SNDP ഒരു ഐക്യം എന്ന ആശയമായിട്ട് മുന്നോട്ട് വന്നതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢാലോചനകൾ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കരുതുന്നുണ്ടോ? എല്ലാം അറിഞ്ഞുകൂടാ, ഞങ്ങൾക്കറിയില്ല. ഈ മകനെ വിട്ടതിലാണ് നമുക്ക് എതിർപ്പല്ലേ? ഈ മകനെ ഒരു മറ്റൊരു രാഷ്ട്രീയമായിട്ട് സംസാരിക്കാത്ത ഒരാൾ ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യും? അത് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞു വിടുക, അതാണോ? അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കാരണം വരും ഐക്യമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതിനുശേഷം വരാതിരുന്ന് അന്ന് ഉടനെ തന്നെ അറിയിച്ചിരുന്നു അദ്ദേഹം. അത് അവർ വരുന്നുമില്ലല്ലോ, ഇപ്പോഴും തീരുമാനം എടുത്ത് വന്നില്ലല്ലോ. അപ്പം ഇത് ഒരു എന്തോ ഒക്കെ ഒരു ഇത് അതിൻ്റെ പിന്നിലുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിയുന്നുള്ളൂ. ഇത് അദ്ദേഹം നേരിട്ട് വന്നിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതെ, അല്ല, അത് അന്നേരം പറയാമായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ട്, അന്നും പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളി നേരിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചു അതൊന്നുമില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം നോക്കി പോയി. അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ആൾ വരുന്നതാണ് ഈ ഒരു, അതല്ല, ഒരു സമുദായത്തിൻ്റെ ഏത് സമുദായങ്ങൾ തമ്മിൽ അയക്കാൻ ഉദ്ദേശിക്കുന്നു ആ സമുദായത്തിൻ്റെ ഞങ്ങളല്ലല്ലോ ആവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടച്ചനല്ലേ. അപ്പോൾ അതേ അല്ലേ ബോർഡ് തീരുമാനം എടുത്തേച്ച് ഇതൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ തീരുമാനമുണ്ട്. ഇതൊരു രൂപരേഖ ഉണ്ടാക്കണ്ടേ, അല്ലാതെ ചുമ്മാ ഞങ്ങളവിടെ തീരുമാനിച്ചു ഇവിടെ തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും അതിന് രൂപരേഖ വേണ്ടേ? അതൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് ബാക്കി എല്ലാം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ ഐക്യത്തിലൊന്നും ആയില്ല, അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് വന്നത്. അപ്പോഴേ തന്നെ അത് വേറൊരു രാഷ്ട്രീയക്കാരനെയാണ് അതിനെ ചർച്ചയ്ക്ക് വിടുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യം എന്തോന്നാന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. രണ്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായതല്ലാതെ ഒരു തരത്തിലേക്കുള്ള ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായില്ല എന്നാണ് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഐക്യം സംബന്ധിച്ച്. അത് ഉണ്ടായില്ല എന്നുള്ളതല്ല, അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വരും. പിന്നെ നടന്നില്ല. അത് തന്നെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്, ഹൈന്ദവനും ഒന്നിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരി. പ്രതികരണമാണ് കേട്ടത്. വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ഐക്യ സന്ദേശത്തിൽ പക്ഷേ അതിൽ സംസാരിക്കാനായി ഏർപ്പെടുത്തിയത് മകനെയാണ്. മകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുതന്നെയാണ് തങ്ങളെ ഇതിൽ നിന്ന് പെട്ടെന്ന് പിൻവലിയാനുള്ള ഒരു കാരണമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. നിഷ്പക്ഷനായിട്ടുള്ള ഒരാളായിരുന്നു വരേണ്ടിയിരുന്നത്, അതിൽ രാഷ്ട്രീയ രംഗത്ത് ഉള്ള ആളല്ല ഈ വിഷയത്തിൽ സംസാരിക്കാനായി തയ്യാറാകേണ്ടിയിരുന്നത് എന്നതാണ് ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. അങ്ങനെ SNDP NSS ഐക്യം പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇല്ലാതാകും.